Greetings from Excel to all the wonderful children out there. If I post a question across to you, how are you all doing? I know that I will be receiving multiple replies from you with mixed emotions. Some would say, ma'am, we are fed up with the term vacation or holidays. We know once we were craving for this holidays and vacation, but now no more. And I also know some would come up with replies like, ma'am, we want this quarantine or pandemic to continue so that we can stay back home and do our studies. I understand that we are going through major changes in life all around us too. But children, do you agree with me that we are so blessed and we have everything well equipped that we need in life? In this journey of life, let us stop for a moment in one place. This land is not too far away from our place. It is just the next door, just the next land. Come on, let's go. Okay students, here we are with Mary, our new friend of this journey, of this first journey. I'm introducing you to Mary. Let us talk to Mary for some time to know what is her life, what are her dreams and her desires. Okay. അപ്പം മോളുടെ പേര് പറഞ്ഞേ. ശേബ. ഓക്കെ, മേരി സേബ ഫുൾ പേര്. ഓക്കെ, വെരി ഗുഡ്. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അന്നൈ, അമ്മ, ശേബ. ഓക്കെ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അണ്ണയുണ്ട്, അവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പം അച്ഛനും അണ്ണനും ഇല്ല. Mary Seba's father and brother passed away long back with some issues and all that. Now it's only Mary and her mom in this house. മേരിക്ക് എന്താവണമെന്നാണ് ആഗ്രഹം? പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ശരി, ഓക്കെ, നല്ല കുട്ടി. അപ്പം പഠിക്കാൻ വേണ്ടി മോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം? പഠിച്ചിട്ട് ജോലി ചെയ്യുമോ? ആ, ഓക്കെ. ജോലി ചെയ്തിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കും, അമ്മേനെ നോക്കും, അമ്മയ്ക്ക് സഹായിക്കും. പിന്നെന്താ ചെയ്യും? അമ്മയ്ക്ക് ഹെൽപ്പ് ആവും. മോള് ജോലി ചെയ്താൽ അമ്മയ്ക്ക് ഹെൽപ്പ് ആവും. പിന്നെ വെളിയിൽ വേറെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്? മോളെ പോലുള്ള പിള്ളേരെയൊക്കെ സഹായിക്കണോ? ഓക്കെ, ശരി ശരി. മോളെ പോലെ സ്കൂളിൽ എത്ര പിള്ളേരുണ്ട്? 18 പേരുണ്ട് ആ സ്കൂളിൽ. അപ്പൊ മോൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടിയാൽ അവരെയൊക്കെ മോള് സഹായിക്കോ? സഹായിക്കോ? മോളിപ്പം വെറുതെ ഇരിക്കുമ്പോ എന്താ ചെയ്യുന്നത് വീട്ടില്? അമ്മയുടെ കൂടെ ജോലി ചെയ്യും. ശരി, ടി വി കാണും. ശരി, ശരി. പൂ ഉണ്ടാക്കി മോൾ പൂ ഉണ്ടാക്കി അതൊക്കെ കാണിക്കുമോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊബൈലൊക്കെ കാണുമോ? മൊബൈൽ എന്തെങ്കിലും പഠിക്കുമോ? ഇപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് മേരി ചെയ്യുന്ന വർക്കാണിത്, ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് ഇതൊക്കെ അല്ലേ? ഇത് എവിടെ പഠിച്ചത് മേരി? അമ്മ പറഞ്ഞു തന്നോ? അമ്മ പറഞ്ഞു തന്നോ? സ്കൂളിൽ പഠിച്ചാണോ? ഓക്കെ, മൊബൈലിലെടുത്ത് പഠിച്ചു. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചെങ്കവൽ സ്കൂളില്. സേബ, എന്താണിത്? അറിഞ്ഞൂടെ? വെറുതെ വരയ്ക്കുന്നതാണോ? വെറുതെ മനസ്സിൽ എവിടെയെങ്കിലും നോക്കി വരയ്ക്കുന്നതാണോ അതോ മനസ്സിൽ തോന്നി വരയ്ക്കുന്നതാണോ? കാണാതെ വരയ്ക്കുന്നതാണോ? അപ്പൊ ഇതെന്താണ് ഉദ്ദേശിച്ചത്? ചുമ്മാ മനസ്സിൽ എന്തോ വരുന്നോ അതൊക്കെ വരയ്ക്കുകയാണോ? നല്ലതായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. ദിസ് ഇസ് സേബാസ് ഫ്യൂ ആർട്ട്. വരയ്ക്കാൻ അറിയാം, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ അറിയാം. പാട്ട് പാടാൻ അറിയാവോ?
പാട്ട് അത്ര പാട്ട് അറിഞ്ഞൂടാ. ശരി, ഓക്കെ. ഡാൻസ് കളിക്കാൻ അറിയാവോ? ഡാൻസ് കളിക്കാൻ അറിയാവോ? ഡാൻസ് കളിക്കോ? കളിക്കോ? ഒരു ഡാൻസ് കളിച്ച് കാണിക്കോ ഇപ്പൊ? ഫോണുണ്ടെങ്കിൽ എനിക്ക് അത്ര അല്ല. അവകതല്ല. ഫോണിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. Now when a father was there, now like whatever tool comes, he'll take that. He will not care for the money. Wherever she wants to go, they'll take her. ഒരു കുട്ടികളും ഇതുപോലെ അവരെ മാതാപിതാക്കളും വന്നിട്ട് ഇങ്ങനെ ബുദ്ധി കുറഞ്ഞ പിള്ളേരുണ്ടെങ്കിൽ അവരെ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അവരെ മറ്റു പിള്ളേരെ പോലെ ഒപ്പത്തിന് കൊണ്ടുവരാനും അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം കൂടെ കരുതി അവരെയും കൂടെ മറ്റു പിള്ളേരെ പോലെ കൊണ്ടുവരാൻ നോക്കണം. പിന്നെ അവരങ്ങനെ ഒറ്റപ്പെടുത്താനുള്ള ആവശ്യമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? അയ്യോ, ഇങ്ങനെ ഒരു ഇത് പറ്റിപ്പോയല്ലോ എനിക്ക്, അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ അമ്മയ്ക്ക്? എൻ്റെ ജീവിതത്തിൽ അത് തന്നെ ഉള്ളു. അല്ല, അത് അങ്ങനെ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും. പിന്നെ നമ്മൾ ഇതിനെക്കാളും വൈകല്യമുള്ള പിള്ളേരെ കാണുമ്പോൾ നമുക്ക് ആ ഭാരം നമുക്ക് അല്പം ഒരിതാണ്. നമ്മളെ മോളിങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ ഇതിനേക്കാളും എന്തെല്ലാം അമ്മമാർ വേദനപ്പെടുകയാണ്. അപ്പോൾ ഇവർക്ക് നടക്കാൻ സ്വന്തം കാര്യം ചെയ്യണം. ഇതുപോലെ എത്രയോ പിള്ളേർ എണീക്കാൻ വയ്യാതെ കിടക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇത് വലുതല്ല എന്നേ പറയാനുള്ള. അവളങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇട്ടിട്ട് പോവില്ല, അങ്ങനെ പുറത്തൊന്നും ഞാൻ അങ്ങനെ പോവില്ല. അവൾ ആരെ വീട്ടിൽ അങ്ങനെ വിട്ടിട്ടും പോവില്ല. ഇങ്ങനെയുള്ള പിള്ളേരായാലും അല്ല സാധാരണ പിള്ളേരായാലും അവരെ മാതാപിതാക്കൾ നല്ലവണ്ണം അവർ സ്കൂളിൽ നിന്നൊക്കെ കടന്നു വന്നാലും അവരെ ഭവനത്തിൽ വരുമ്പോൾ അവർ ആ പിള്ളേരെ സ്കൂളിൽ എന്താണ് പഠിപ്പിച്ച് എന്നും സാർമാർക്ക് എല്ലാവർക്കും അത് മാതൃകമായിട്ട് കാണിക്കുവാനും ആ പിള്ളേരെ ഇതുപോലെ നല്ല പിള്ളേരായിരുന്നാലും ഇങ്ങനെയുള്ള വൈകല്യമുള്ള പിള്ളേരായിരുന്നാലും പൈസ എന്ന് പറഞ്ഞ് നടക്കാതെ ആ പിള്ളേരെ കൂടെ നമ്മൾ നല്ലവണ്ണം അവരെ ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടി അമ്മമാർ അച്ഛന്മാരായാലും കുറേ സമയങ്ങൾ ചെലവഴിക്കണം. അവരെ പഠിത്തങ്ങൾ എങ്ങനെയാണെന്നും എല്ലാം ശ്രദ്ധിക്കണം. ശരി, ഓക്കെ. വാട്ട് എവർ വി ഹാവ് seen so far is the life of Mary Seba. So we will just wind up with this today's message of a young girl and her life and her family. So we would like to close this session with a prayer. Mary will pray. Well, children, now we went to Mary Seba's house. You saw the situations, you saw her condition, you saw her life, you saw her challenges. We have to understand the fact that we are far, far, far better than her. Our life is far better than her life. But now, what do we learn from her? What life teaches us from her life? Did you notice one thing? All throughout the session, the time that we spent with her, she had a wonderful smile. That smile never vanished from her face. That brought joy in that house. That joy brought a lot of expectation in her mother's heart. The mother many a times had downfalls. Mother used to cry at times. Mother used to feel bad
by seeing other children all around her house and in the world. But this smile that brought so much of energy in Mary's face brought hope to this mother. Children, we spoke so many things with her. She shared her life to us. We asked different questions to her, where and how she spends time, what does she do during her leisure time. But as she kept on answering us, we saw so much of hope. We saw so much of life. We saw so much of joy in the limited life what she has. She uses her gadgets. She spends her time with gadgets. She has so much of feeling for her parents. I'm sorry when I say she has only single parent. Her dad passed away years back. She lost her brother years back. But that hope never went out of their life and their home. Mother was not a burden to Mary, and Mary did not have anything bad experiences in life. Mother did not lose courage, so did Mary. They both put hand in hand with each other. They attached their shoulders to each other, joined their shoulders to each other, and they traveled their life all this way till here. No pandemic changed their life. No quarantine took away their joy. Nothing in future will move them apart. Now what is that we learn from them? For me, personally, her life was an eye-opener. I learned so many things out of her life. But I just want to question you, what did you learn? How are you spending your time? How are you connected with your parents? How much of time is your mother or father spending time with you? How effective, how productive, how valuable it is. This is a wonderful 1 year. We need not regret of what is happening, but life has taken us in a journey to understand that time for each other is very, very essential, and God has given us that gift of time to spend each other. Parents with children, parents with grandparents, parents with their siblings, you with your uncles and aunts, and everyone. Life is not just friends as you grow. Life is more than your friends, and more close, you have to spend your time with your parents, your family members, your parents, your family members, your siblings. Yes, as we grow, we have a feeling that we no more need them. We just need our friends, we just need our gadgets, and we need everything that fantasies us. But no, children, that is not life. That's what this corona period we learned, that fantasies are not life. Films are not life. The life in the films are not the realistic life. So now what I want to ultimately talk to you about Mary's life is to love the time that is given to you, to enjoy it, to make it as productive as possible. I know gadgets have been given to you with free of cost. If you ask for a tab, if you ask for a laptop, if you ask for any iPad or whatever, your parents take the pressure of, they earn it for you, no matter whether they have it or not. But children, what in turn are you giving them? They have so much of hope, they have so much of trust in you. When you take your phones, when you take your laptops to your rooms and go, they are always in an assumption that my children are learning. They are doing something productive, they are learning something out of it, and we are not going to disturb them. I personally, when I have spoken to many of the parents say that my children go to their rooms to do productive things. They learn throughout the day, which we know is not true. But children, this moment I want to tell you one thing what Mary does. She too has a phone. She too uses a mobile phone. But you know for what? To learn some handicrafts. Yes, we saw many things that she made in that house. She does that for her bread. She's the breadwinner of that family. She takes care of her mother. Her mother doesn't go to work. Her mother can't leave her alone and go to work. And for that sake, she needs to earn. Now she does all these small handicrafts like mats, wall hangings, door hangings, and many other things. And you know what? She's learning more of them
on the YouTube because she doesn't have a personal trainer on that. Learning all this, she is going to become a better person. As I asked her, what do you do after this? Now you are helping your mother. In case you earn more money, what are you going to do with that money? She did not say that she's going to save in the bank for her future. She did not say that she is going to put it in the locker and keep it for tomorrow's. She did not say anything of that kind. But the reply that I got from her was that she's going to help people who are like her, who are challenged like her, who are suffering like her. So why can't we think, children? Why can't we open our eyes wide to see what's happening outside? Do we need to be selfish to see that we eat well, we wear, we have good clothes, we have a big house to live? No. Let's also see what our neighbors have. Let's also see, is there any child having any kind of struggle? Is there somebody out there who need our help? You don't need to give your money to somebody as a mediator. Nobody needs to take your money to a third person, but you can do one child. You can help one father. You can help one mother. You can help one sister outside who is struggling. You take it personally. You take it directly to them so that you will understand their pain. You will share their pain. You will care them better. You will know that not to waste money. You will learn not to waste wealth. You will learn not to waste food. You will learn not to waste time. Okay, so all these are a learning, children. We have a purpose of doing this video. We know that this video is going to touch many of you. We are very sure about that. If it is touching you, children, change from today. Let the change start today, and let the change start right now. Now what is that change that we are looking forward from you is to think, analyze, and see how your life has to be. Put it down on a notebook. Tell what all are your past. How was it effective? Was it helpful? Did you do anything good for yourself, your family, and your nation? If not, write it down. What do you want to do? Next 1 month, you want to help one single family or you want to help one person? Do it, children. It's possible. If it's possible for you and me, it's possible for everyone. Now, if we have number of students outside there who are struggling, people outside who are struggling, if all of us put our hands together, if we join our hands together, it is possible to see to it that nobody outside is crying in this land, especially in a land where you and I are living with so much of richness, with so much of joy, with so much of everything that we want around us. So I take this time, I want to let you know that Mary's life, Lord, I want to let you know that Mary's life, let it be a lesson, the first lesson, the journey. We are going to do many journeys like this, but Mary is the first house, the first destination that we had stopped for. Now I want you to learn something out of this life, something about this family, and change. Let us know what changes have you learned from this lesson or from this story. And we are hoping to see you do many things, and lift up the name of your family, of your house, and of the whole community around you. Thank you so much.